Good morning, ma'am. Good morning, Good all. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അബ്രിവേഷൻസ് 2, 3, 4 തുടങ്ങിയാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടി ഉണ്ട്, ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് അബ്രിവേഷൻസ് ഇത് കഴിയും കേട്ടോ. ഓക്കെ, അപ്പോ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വായിക്കാം കേട്ടോ. നോക്കാം. PO per os അല്ലെങ്കിൽ by month. Then PO ക്യാപിറ്റൽ PO എന്ന് പറഞ്ഞത് പോസ്പറേറ്റീവ് പോസ്റ്റ്, അതായത് ഒരു ശാസ്ത്രക്രിയാനന്തരം പോസ്പറേറ്റീവ് കേട്ടോ. Then PO2 partial pressure of oxygen. Then PO2 means partial pressure of oxygen. Then PRN pro-renata as needed. ഇതൊരു ലാറ്റിൻ വേർഡ് ആണ് ഈ പ്രോറീനേറ്റ എന്ന് പറയുന്നത് കേട്ടോ. Then PSI pounds per square inch. നമുക്ക് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ഒന്നും ഇല്ല. എന്താണ് അബ്രിവേഷൻ ഫോം അത് മാത്രം എക്സാമിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചോദിച്ചു കാണാറില്ല കേട്ടോ. അബ്രിവേഷൻസ് നിന്ന് ഒരു എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കില്ല. Then next one, PSI pounds per square inch. Then PSVT paroxysmal supraventricular tachycardia. Then PT patient. Then capital PT physical therapy. Small അത് വ്യത്യാസം വരുന്നതെന്ന് ശ്രദ്ധിക്കണേ. സ്മോൾ PT എന്ന് പറയുന്നത് പേഷ്യന്റും ക്യാപിറ്റൽ PT ഫിസിക്കൽ തെറാപ്പി. അങ്ങനെയുള്ളതൊക്കെ കുറച്ച് കൺഫ്യൂഷനിങ് ആയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിക്കാം കേട്ടോ. Then PTA prior to admission plasma thromblastin antecedent means രണ്ടെണ്ണം പറയും. അല്ലെങ്കിൽ prior to admission എന്നും പറയാം, അല്ലെങ്കിൽ പ്ലാസ്മ thromblastin antecedent എന്നും പറയും. Then PTT partial thromblastin time. Then PVC premature ventricular complex അല്ലെങ്കിൽ പോളിവിനാൽ ക്ലോറൈഡ് കേട്ടോ. രണ്ടും പറയും, പ്രീമച്ചർ വെന്റിക്കുലർ കോംപ്ലക്സ് എന്നും അല്ലെങ്കിൽ പോളിവിനാൽ ക്ലോറൈഡ് എന്നും പറയും കേട്ടോ. Then Q means every, QD every day. Q എന്ന് വെച്ചാൽ എവറി, ഓരോന്നും എന്നുള്ളൊരു മീനിങ്. QD എവറി ഡേ, എല്ലാ ദിവസവും എന്നുള്ളൊരു മീനിങ്. Then QH every hour, ഓരോ മണിക്കൂറും. QID means for a time day, ഒരു ദിവസം. ഫോർ എ ടൈം ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം, ഫോർ എ ടൈം ഡേ ഒരു ദിവസം 4 തവണ എന്നുള്ളൊരു മീനിങ്. Then QOD means every other day. Then RA means rheumatoid arthritis, right atrium. Then RAD reactive airway disease, right axis deviation. Then RBC red blood cell, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. RH means rhesus blood factor, rhodium എന്ന് പറഞ്ഞാൽ ഒരു രാസമൂലകമാണ്. Then RHD rheumatic heart disease. എക്സ്പ്ലനേഷൻ ഞാൻ പറയാത്തതാണ് കേട്ടോ, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല, ചോദിക്കാറില്ല, ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷനോട് കൂടി പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെ പോർഷൻസ് തീരില്ല. നമുക്ക് കറക്റ്റ് ടൈമിനുള്ളിൽ നമ്മളെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട് കുറച്ച്. Then RL Ringer's lactate. Then RLL right lower lobe of the leg. Then RLQ right lower quadrant of abdomen. RN registered nurse. RO rule out. ROM range motion rupture of membranes. Then RUL right upper lobe of the leg. Then RUQ right upper quadrant of the abdomen. Then RX prescription. Then S dash means without,
SC ഒരു എന്താണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടോ, ഞാൻ പറയാം. Then SC subconscious secretory component. Then SICU. എന്താ SICU? സ്മൈല്. ഓക്കെ, സ്മൈൽ ഇല്ലേ? അതാണോ? നമ്മളുടെ പോർഷൻസ് ഒന്നും എടുത്ത് തീർക്കണ്ടേ, അതുകൊണ്ടാണ് സ്മൈൽ ചെയ്യാനേ. സ്മൈലിന് പ്രശ്നമൊന്നുമില്ല, സ്മൈൽ ചെയ്യാം. ദെൻ നമ്മുടെ ആ ചാപ്റ്റർ ഒന്ന് നീങ്ങണമല്ലോ, അപ്പൊ നമുക്കത് മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതിന്റെ തിരക്കില് പെട്ടെന്ന് ടീച്ചർ സെക്കൻഡ് അവർ ആയതുകൊണ്ട് ഓടി വന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഓക്കെ, സ്മൈലൊക്കെ ചെയ്യാൻ സംസാരിക്കാം. എക്സാം കിടണ്ടേ? ഓർമ്മയുണ്ടോ? സഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എക്സാം? സഫിക്സ് ഓക്കെ, ഓർമ്മയുണ്ട്. ഓക്കെ, സഫിക്സ് എന്ന എക്സാം ഇടാം കേട്ടോ. ദെൻ SICU സർജിക്കൽ intensive care unit. Then SIDS sudden infant death syndrome. SL sublingual. Then SOB means shortness of breath. Then SQ subcutaneous. SS half. S/S signs and symptoms. Then start immediately. STD sexually transmitted disease. Then SUB, then Q subcutaneous തന്നെ. SVT supraventricular tachycardia. Then SX symptoms. SYM symptoms. ആ 2 പേജ് ഒന്ന് വായിക്കാമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു എത്രയൊന്ന് വായിച്ചു നോക്കിക്കോളൂ. 279 വരെ കേട്ടോ നമ്മൾ എടുത്തത്, 279 വരെ. ജസ്റ്റ് അവിടം വരെ ഒന്ന് വായിക്കാം. വരെ. ജസ്റ്റ് അബ്രിവേഷൻസ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇനി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ പഠിച്ചാൽ മതി. ഇത് കുറെ ആവശ്യമുള്ളതും അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തതും റിലേറ്റ് ചെയ്യാത്ത തരത്തിലുള്ളതുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത് ഓരോന്നും എക്സ്പ്ലനേഷൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് ഒന്നും പോരാ, 1 or 2 ക്ലാസ് അല്ല. ഓരോന്നിനും നമ്മൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ടോട്ടലി മൊത്തം പറയേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞു തരാത്തത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഒക്കെ വരുന്നുണ്ടല്ലോ പഠിക്കാനൊക്കെ. വായിച്ചില്ലാവരും വായിച്ചോ? പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. TAB ടേബിൾ. ടേബിൾ എന്നുള്ള മീനിങ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാക്കുകളാണ് കേട്ടോ. ടേബിൾ. ദെൻ
capital TB means tuberculosis. Then TBA, to be admitted, to be announced. Then TBSP, tablespoon. Medicine ഒക്കെ കൊടുക്കുമ്പോൾ 1 tablespoon എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. Then tech means technician അല്ലെങ്കിൽ technologist. TIA, transient ischemic അല്ലെ, ischemic adjunct. Then TID, 3 times a day, ദിവസത്തില് 3 വട്ടം. Then TKO, to keep open. TPR, temperature, pulse, respiration. Then TSP, teaspoon. TX, treatment. U unit, UA urinalysis. Then UE, upper extremity. Then URI, upper respiratory infection. USP, United States Pharmacopoeia. Then UTI, urinary tract infection. VD, venereal diseases. Then VOL, polio. Then VS, vital signs. W, with WBC, white blood cell. WNL, within normal limits. WO, without. Then WT, weight. YO, years old. നമ്മുടെ ഏജ് എഴുതുന്നത്. ഇനി വരുന്നത് കുറച്ച് സയൻസ് ആണ് കേട്ടോ. അതായത് സൈനുകൾ അതിങ്ങനെ ഡിനോട്ട് ചെയ്തത് എന്താണെന്നുള്ളത് നോക്കാം. X- means expect 1 degree Celsius. ഡിഗ്രി സെൽഷ്യസ് അല്ല, ഒരു 1 ഇട്ടിട്ട് ഒരു 0 നമ്മൾ ഡിഗ്രി എഴുതുന്നത് പോലെ. ഇതിന് പറയുന്നത് പ്രൈമറി. 2 ഇടുമ്പോൾ സെക്കൻഡറി. അറിയാലോ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി. ദെൻ ആരോ മാർക്കാണ്. മുകളിലോട്ടുള്ളത് ഇൻക്രീസ്ഡ്, താഴേക്ക് വരുന്നത് ഡിക്രീസ്ഡ് അല്ലെ. നമ്മള് മീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകാം അല്ലെ. ഇപ്പൊ നമ്മള് എക്കണോമിക്സിലും തന്നെ എല്ലാം ഇപ്പൊ ഡിക്രീസ്ഡും ഇൻക്രീസ്ഡും കാണിക്കാനായിട്ട് ആരോ മാർക്ക് ഉയർന്നു നിൽക്കുന്നത്, മേലോട്ട് നിൽക്കുന്നത് മീൻസ് മുകളിലേക്കുള്ളത് എബവ് ഇൻക്രീസ്ഡ്, ബിലോ മീൻസ് ഡിക്രീസ്ഡ് താഴെയുള്ളത് നമുക്കറിയാലോ. ദെൻ പിന്നെ ഒരു കുഞ്ഞൊരു സൈൻ ഉണ്ട്, അതൊന്നും വെട്ടിട്ടുണ്ടെങ്കിൽ നോ നൺ എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ ആർ എന്ന് വെച്ചാൽ റൈറ്റ്, എൽ ലെഫ്റ്റ്. ദെൻ ഒരു ചെറിയൊരു യുവിന്റെ പോലെയുള്ളത് മൈക്രോ. നെക്സ്റ്റ് വരുന്നത് ആൽഫ, ദെൻ ബീറ്റ. ആൽഫ ബീറ്റ ഒക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഓർമ്മയുണ്ടോ? ആൽഫയുടെയും ബീറ്റയുടെയും സൈൻ ഓർമ്മയുണ്ടോ? യെസ് അല്ലെ. അപ്പൊ ആൽഫ ബീറ്റ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൽഫ ദെൻ ബീറ്റ. പിന്നെ ഒരു ചെറിയൊരു ഡിസൈൻ പോലുള്ളത് അപ്രോക്സിമേറ്റ്ലി X2 എന്ന് പറഞ്ഞാൽ റൈംസ് 2. ദെൻ നമ്മളൊരു സ്ലാഷ് ഇടുന്നത് പെർ എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഒരു ഇസ് ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഇതിനെ വെക്കുന്നത് നോട്ട് ഈക്വൽ. ഇതൊക്കെ നമ്മൾ യൂഷ്വലി എഴുതാറുള്ളതാണ്. ദെൻ ഗ്രേറ്റർ ദാൻ, ദെൻ ലെസ് ദാൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യനബിൾ, പോസിബിൾ എന്നൊക്കെയുള്ള അർത്ഥം. ദെൻ ഒരു ചെറിയൊരു ട്രയാങ്കിൾ കൊടുക്കുന്നത് ചേഞ്ചിനെ സൂചിപ്പിക്കുന്നു. ദെൻ നെഗറ്റീവ്, ദെൻ ഫീമെയിലിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു പോസിറ്റീവ്. ഒരു 0 ഒരു പോസിറ്റീവ് വരുന്നത് ഫീമെയില്. ദെൻ ഒരു 0 ഒരു ആരോ മാർക്ക് വരുന്നത് മെയിലിനെ സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് സയൻസുകൾ ഉണ്ട്. ചിഹ്നങ്ങൾ അതൊന്ന് നോക്കി വെച്ചേക്കാം, കാരണം ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എളുപ്പമാണ്, കുറച്ച് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ അല്ലെ. ബാക്കി ഇൻക്രീസ്ഡും ഡിക്രീസ്ഡും റൈറ്റ് ലെഫ്റ്റ് ആൽഫ ബീറ്റ നോട്ടിക്കലും ഗ്രേറ്റർ ദാനും ലെസ് ദാനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ആണോ? അറിയാവുന്ന കാര്യങ്ങളാണോ? കുറച്ചൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അബ്രിവേഷൻസ് ഇത്രയും വരുന്നുള്ളൂ. ഇത് പെട്ടെന്ന് ഓടിച്ചിട്ടെടുത്തതല്ല, അത് അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അത് എക്സ്പ്ലനേഷന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്കത് എക്സാമിന് കുറച്ച് ഇതിൽ നിന്ന് അബ്രിവേഷൻസോ അല്ലെങ്കിൽ കുറച്ച് സയൻസുകൾ ഏതെങ്കിലും ചോദിക്കാറുള്ളൂ. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ വായിച്ചു മാത്രം പോകാറുള്ളൂ. ഓക്കെ. അപ്പോ എക്സാമിനുണ്ട് നമുക്ക് സഫിക്സ് ഇടണോ? എക്സ്പ്ലെയിൻ ചെയ്ത് അറിഞ്ഞിരിക്കാം, അത് എനിക്കറിയാം. ഓക്കെ. പക്ഷേ നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെന്റ് കൂടി നമുക്ക് നോക്കണം. കാരണം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട് പഠിക്കാൻ കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ.
ചിലത് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെന്ന്. ഓക്കെ. നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ പോർഷൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ പോർഷൻസ് ഒക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ടീച്ചർ ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ തീർന്ന് നമുക്ക് ക്ലാസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ജസ്റ്റ് എന്താണെന്നുള്ളത് മീനിങ് ഒന്ന് എടുത്തു തരാം. ഓക്കെ, നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന്റെ പോർഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യണമല്ലോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂള് പോർഷൻസ് തീർന്നിട്ട് വേണം നിങ്ങൾക്ക് എക്സാം തരാനായിട്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ പോർഷൻസ് ഒക്കെ തീരണം. അതുകൊണ്ടല്ല ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ അധികം കൊടുക്കാറില്ല, ജസ്റ്റ് വായിച്ചു പോകാറുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്നത് പോലെ ഒരു ദിവസം നമുക്ക് ക്ലാസ് എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്താം. ഇപ്പൊ എടുത്തത് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. ലാസ്റ്റ് 2 പേജ് നമ്മളിപ്പോ പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. സ്റ്റഡി ലീവ് തരും. സ്റ്റഡി ലീവ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആ ഒരു ടൈം മാനേജ്മെന്റിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് തീർക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം സ്റ്റഡി ലീവ് തന്നിട്ടായിരിക്കും എക്സാം തരുന്നത് എന്തായാലും കേട്ടോ. അപ്പൊ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണല്ലോ. പോർഷൻസ് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആവും കേട്ടോ. സ്റ്റഡി ലീവ് തരും. വായിച്ചു നോക്കിക്കോളും. പിടുത്തത്തിൽ കേട്ടോ, ലാസ്റ്റ് വരെ വായിക്കാം. സയൻസും ഒന്ന് വായിച്ചു നോക്കണേ. സയൻസ് നോക്കി വെച്ചേക്കണേ. അറിയാൻ പാടില്ലാത്തത് പ്രത്യേകം പഠിക്കാം. വായിച്ചില്ലാവരും കമ്പ്ലീറ്റ് ചെയ്തോ? ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? വായിച്ചെല്ലാവരും?
ഇത് ഇവിടെ ഇല്ല എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിഫിക്സിൽ മറ്റേ ഊഫറോണ്ട് നിങ്ങൾ ചോദിച്ചായിരുന്നല്ലോ. അപ്പൊ നമുക്ക് PDF തന്നിരിക്കുന്നത് നെർവസ് സിസ്റ്റം എന്നാണ്, ഓവറി എന്നാണ് കേട്ടോ അതിന്റെ മീനിങ്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നത്. നെർവസ് സിസ്റ്റം അല്ല, ഓവറി, റിലേറ്റിംഗ് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അപ്പൊ നെർവസ് സിസ്റ്റത്തിന് പകരം ഓവറി ആക്കിക്കോളൂ കേട്ടോ. അവിടെ റിലേറ്റിംഗ് ടു ദ ഓവറി സിസ്റ്റം എന്ന് ഒന്ന് എഴുതിയാൽ മതി. ആയിരുന്നു തോന്നുന്നത് അല്ലെ. യെസ്, ഊഫ്രോ മീൻസ് റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം എന്നാണ് തന്നിരിക്കുന്നത്. അവിടെ ഓവറി ആക്കിക്കോളൂ കേട്ടോ. 83 കേട്ടോ. ഓവറി സിസ്റ്റം മീൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. മിസ്റ്റേക്കിൽ വന്നിരിക്കുന്നതാണ്. ഞാൻ ഒന്ന് വായിച്ചു പോയപ്പോ മീൻസ് നെർവസ് സിസ്റ്റം ഞാൻ വായിച്ചു പോയത് ശ്രദ്ധിച്ചില്ല, നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോ ഓവറി സിസ്റ്റം ആക്കിക്കോളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ എടുത്തതിനകത്ത് ഇനി ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ. പറയാവേ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കാണിച്ച അബ്രിവേഷൻസ് അതിന്റെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തിക്കോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തിക്കോളൂ. പറയാം. നമ്പേഴ്സ് പറഞ്ഞാൽ മതിയോ? നമ്പേഴ്സ് പറയാം, വായിക്കാം കേട്ടോ. 214, 241 അടയാളപ്പെടുത്തിക്കോളൂ. PT പേഷ്യന്റ്, അതായത് സ്മോൾ ലെറ്ററിൽ PT വരുന്നത് പേഷ്യന്റും ക്യാപിറ്റൽ PT വരുന്നത് ഫിസിക്കൽ തെറാപ്പി. ഓക്കെ, അത് ചിലപ്പോ എക്സാമിന് ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വന്നേക്കാൻ നിങ്ങൾക്ക്. അപ്പൊ അത് രണ്ടും ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. സ്മോൾ PT പേഷ്യന്റ്, ക്യാപിറ്റൽ PMT ഫിസിക്കൽ തെറാപ്പി. 214, 241 അടയാളപ്പെടുത്താം. Then 244 PVC. 244 PVC. That is premixed ventricular complex അല്ലെങ്കിൽ polyvinyl chloride. രണ്ടും വരാം. അപ്പൊ നിങ്ങൾക്ക് ഇനി എക്സാമിന് കേസ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഏതാണോ ഓപ്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ചിലപ്പോ രണ്ടും അങ്ങനെ ഒരുമിച്ചൊന്നുണ്ടായിരിക്കില്ല. PVC എന്ന് പറഞ്ഞാൽ പ്രീമെച്യൂർ വെൻട്രിക്കുലർ കോംപ്ലക്സ് ആയിരിക്കാം ചിലപ്പോ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ആയിരിക്കാം. രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. PVC. Then PVD 245 അതിന്റെ താഴെ തന്നെ ഉള്ളത് കേട്ടോ. PVD പെരിഫറൽ വസ്കുലർ ഡിസീസ്. Then RBC അറിയാലോ, ടിക്ക് ചെയ്യണ്ട, നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ ചോദിച്ചെന്നുള്ളൂ. റെഡ് ബ്ലഡ് സെൽ ഒക്കെ അറിയാലോ. അതുപോലെ തന്നെ WBC RBC ഒക്കെ അറിയാം. Then 255 RHD rheumatic heart diseases. Then RN വേണമെങ്കിൽ ടിക്ക് ചെയ്തോളൂ, അറിയാവുന്നവരായിരിക്കാം കൂടുതലും അല്ലെ. രജിസ്റ്റേർഡ് നേഴ്സ്. Then 267 SICU ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then 275 STD sexually transmitted diseases.
Then 281 TB, tuberculosis. എന്ത് tuberculosis എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? TB ആണെന്ന് പറയും. എന്ത് TB മീൻസ്? മലയാളത്തിൽ എന്താ പറയാ? ചുമ എന്നാണോ? ക്ഷയം എന്ന് പറയും. ചുമ കൂടിയ ഇതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത് കേട്ടോ, TB. Then 284 technician അല്ലെങ്കിൽ technician അല്ലെങ്കിൽ technologist. Then 296 UTI, urinary tract infection. Then 301 WBC, white blood cell. RBC WBC ഒന്ന് പഠിക്കണം, കാരണം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Then പിന്നെ വരുന്ന സയൻസിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ സയൻസ് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി നമുക്ക് പഠിക്കാനായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ലെഫ്റ്റ് റൈറ്റ് ഇൻക്രീസ്ഡ് ഡിക്രീസ്ഡ് പ്രൈമറി സെക്കൻഡറി ഒക്കെ കുഴപ്പമില്ലല്ലോ പഠിക്കാൻ? കുഴപ്പമുണ്ടോ? എളുപ്പം നോക്കിയാൽ കിട്ടുന്നതല്ലേ? ആണോ? ഇത് വെക്ക് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എളുപ്പമല്ലേ അതൊക്കെ? ഇൻക്രീസ്ഡും ഡിക്രീസ്ഡും, അതുപോലെ തന്നെ പ്രൈമറി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡ് സെക്കൻഡറി, അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ്, പിന്നെന്താണ് ആൽഫ ബീറ്റ, അതൊന്നും വലിയ പ്രശ്നമില്ലാണോ നമ്മൾ പഠിക്കാൻ? ദെൻ ലാസ്റ്റ് ഒരു 324 ചേഞ്ച്, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്. അത് അടയാളപ്പെടുത്തിക്കോളൂ, ചേഞ്ച്. അതുപോലെ തന്നെ മൈക്രോ ആൽഫ ബീറ്റ അടയാളപ്പെടുത്തിക്കോളൂ. ബാക്കി പഠിക്കേണ്ടതല്ല, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അതില്. Then not equal അറിയാം, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ? ഓക്കെ ആണോ? ഓക്കെ. Then ഇനി അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. മെഡിക്കൽ ടെർമിനോളജി, ജസ്റ്റ് അബ്രിവേഷൻസും റൂട്ട് വേർഡ്സും സഫിക്സും പ്രിഫിക്സും ഇത്രയും മാത്രം ഉള്ളതില് കേട്ടോ. അപ്പൊ അതിൽ നിന്നും അധികം ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട, അടയാളപ്പെടുത്താൻ മാത്രം പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് ഇനി സമയം കിട്ടുവാണെങ്കിൽ എക്സ്പ്ലനേഷൻ ചെയ്ത് തരാം. ഓക്കെ. അപ്പോ സഫിക്സിന്റെ എക്സാം ഇടാം. റെഡിയാണ് എല്ലാവരും? സഫിക്സ് ഓക്കെ ആണോ? ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോളൂ. നോട്ട്ബുക്കും പെന്നും എടുക്കാം. എല്ലാവരും ബുക്കൊക്കെ എടുത്തോ? എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ പറയുന്നത് പോലെ എപ്പോഴും പറയുന്ന വേർഡും എഴുതാം, ഹൈഫൻ ഇട്ടിട്ട് മാത്രം അതിന്റെ മീനിങ് എഴുതാം കേട്ടോ. മീനിങ് മാത്രമായിട്ട് ഒരിക്കലും നമ്മളങ്ങനെ ഇംഗ്ലീഷില് എഴുതുമ്പോൾ എഴുതാൻ പാടില്ല, രണ്ടും എഴുതി പോണം. ഫസ്റ്റ് വൺ, the suffix blast. blast മീനിങ് എഴുതിക്കോളൂ കേട്ടോ. ബ്ലാസ്റ്റ് എന്ന് എഴുതാം, അതിന്റെ മീനിങ് എന്താണെന്ന് എഴുതിക്കോളൂ. കഴിഞ്ഞോ? ബ്ലാസ്റ്റ്. സെക്കൻഡ് വൺ എഴുതാം, ഓട്ടോമി. ഓട്ടോമി
otomy. Third one, fascia. Phagy അല്ല fascia. Phagy നമ്മൾ പഠിച്ചിട്ടുണ്ട്, fascia. Fourth one, plagia. Plagia. Fourth one, plagia. Then fifth one, oma. O-M-A. O-M-A. Oma. Sixth one, scopy. Scopy. Scope അല്ല scopy. Scopy. Seventh one, trophic. Trophic. Then algia. 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 Next one, ectomy. Ectomy. Last one, PNEA. New. Pneumonia എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയാതില്ല കേട്ടോ, അതിന്റെ മീനിങ് എഴുതിക്കോളൂ. PNEA. ന്യൂമോണിയ എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു ന്യൂ എന്നുള്ളൊരു ടേം ആണ് അത്. അപ്പൊ തന്നെ ആൻസർ കിട്ടിക്കാണല്ലോ അല്ലെ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും എന്താണെന്ന് പറയണോ? ഓക്കെ, ചെറിയ ക്ലാസ്സിലെ ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ പറയില്ലേ പെൻഡാവുന്ന. ഓക്കെ, ആൻസർ വായിക്കാം. നിങ്ങൾ എഴുതിക്കുന്നത് ശരിയാണെന്ന് ചെക്ക് ചെയ്യുക. നമ്മള് സഫിക്സില് അടയാളപ്പെടുത്തി തന്ന എല്ലാം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആകെ ടോട്ടല് 10 വേർഡ്സ് ആണ് നമ്മൾ സഫിക്സിൽ അടയാളപ്പെടുത്തിയത്. അത് 10 എണ്ണം ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചോ ഇല്ലയോ എന്ന് ഇപ്പൊ നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് മീനിങ് ഇമ്മച്വർ സെൽ. സെക്കൻഡ് വൺ ചോദിച്ചത് ഓട്ടോമി. Otomy means surgical incision. Third one, fascia means relating to speech. Family and fascia relating to eating. Family relating to eating. Fascia means relating to speech. Then next one, plagia means paralysis. Then oma means tumor. Oma, tumor. Then scopy. Scopy means examination with a device. Then trophic means relating to nutrition. Trophic means relating to nutrition. Eighth one, algia means relating to pain. Then ninth one, ectomy.
Ectomy means surgical removal of. Then last one, 10th, pneumonia, pneu means relating to breathing. നിങ്ങൾ മാർക്ക് ഇപ്പൊ തന്നെ നോക്കി. ഓക്കെ, 10ല് 10 ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, കുഴപ്പമില്ല. 8 ഉണ്ടാവാം, 9 ഉണ്ടാക്കാം, അല്ലെ? കുഴപ്പമില്ല. അപ്പോ അടയാളപ്പെടുത്തുന്ന എല്ലാ സഫിക്സും ഞാനിപ്പോ എക്സാമിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും തെറ്റിപ്പോയതുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോയില്ലേ? ഇത് ലാസ്റ്റ് മൊമെന്റിലോട്ട് മാറ്റി വെച്ചേക്കും, ഉറപ്പുള്ള കാര്യമാണ് അല്ലേ? ഇത് അപ്രിവേഷനല്ലേ, വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നും ഇല്ലാലോ. അത് എക്സാമിന്റെ തലേദിവസമായി നോക്കിയാൽ മതി എന്നായിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം വരെ ഒരു 80% അങ്ങനെ തന്നെ ആയിരിക്കും. ആണോ? ആരും ഒന്നും കിട്ടുന്നില്ലല്ലോ. യെസ്, ഓക്കെ അല്ലെ? 80% അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മള് മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇല്ല പഠിക്കാൻ, അതിന്റെ എക്സ്പ്ലനേഷൻ ഇല്ല. ഈ ചാപ്റ്റർ അവിടെ ഇരുന്നോട്ടെ, അത് നമുക്ക് ലാസ്റ്റ് മൊമെന്റിലെ തലേദിവസമോ അല്ലെങ്കിൽ 2 ദിവസം നോക്കിയാൽ മതി എന്നുള്ള ചിന്തയിലായിരിക്കും അല്ലെ? അതുകൊണ്ടാണ് ഞാൻ എക്സാം ഇട്ട് തന്നെ പോകാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഇടാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സമയം കളയുന്നതല്ല. മീൻസ് എക്സാം അങ്ങനെ നമ്മൾ എക്സാം ചിലപ്പോൾ നീട്ടി പോകാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു എക്സാം എന്തായാലും ഇടണം. കാരണം നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ചാപ്റ്റർ ആണത്. അതുകൊണ്ട് ഓരോന്നും നമ്മുടെ എക്സാം ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പഠിക്കുമല്ലോ. ഇല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ലേ? നമ്മളിപ്പോ പ്രിഫിക്സ് ടു സഫിക്സ് ടു ഇട്ട് നിങ്ങൾ ശരിയാക്കിയതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുമല്ലോ. ഇല്ലേ? ലാസ്റ്റ് നിമിഷത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിലേ എന്തായാലും ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ദിവസങ്ങളിൽ ഞാൻ എക്സാം ഇടും. ഇനിയിപ്പോ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. അടുത്ത ദിവസം റൂട്ട് വേർഡ്സ് എക്സാം ഇടും. അതിന്റെ പിന്നത്തെ ദിവസം നമുക്ക് അബ്രിവേഷൻസ് ഇടാം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് നിമിഷത്തേക്ക് മാറ്റി വെക്കണ്ട. ഓക്കെ, അടുത്ത ദിവസം റൂട്ട് വേർഡ്സ് ആയിരിക്കും എക്സാം ഇടുന്നത്. ദെൻ അപ്പൊ അടുത്ത ദിവസം 83 തിരുത്തി തന്നത് റിലേറ്റിംഗ് ടു നെർവസ്, അത് പ്രിഫിക്സിന്റെ. അത് ഓവറിന്നാക്കാം. നെർവസ് സിസ്റ്റം മാറ്റിയിട്ട് ഓവറിന്നാക്കിയാൽ മതി. അതായത് റീപ്രൊഡക്റ്റീവ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്നാണ് അതിന്റെ എക്സാക്ട് മീനിങ് വരുന്നത്. അത് നമുക്ക് പ്രിന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കിൽ വന്നതായിരിക്കാം. അത് പ്രിഫിക്സ് ആണ് ഏതാന്നാ ഡൗട്ട് വന്നത്. പ്രിഫിക്സ് അല്ലേ ഇത്? പ്രിഫിക്സില് 83 തന്നെയായിരുന്നില്ലേ? അതേപോലെ 115 ഇല്ലേ, 115, അത് സ്ലീപ്പിംഗ് എന്നാ കൊടുത്തിട്ടുള്ളത്. അതും തെറ്റല്ലേ? അതെ, തന്നെയാണോ? പ്രിഫിക്സിൽ തന്നെ 115 അല്ലെ? 115. ഓക്കെ ഓക്കെ. സ്ലീപ്പിംഗ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതല്ലല്ലോ. മീനിങ് ആയിരുന്നോ മിസ്റ്റേക്ക് വന്നത്? അല്ല, പ്രിഫിക്സ് ആണ് സ്ലീപ്പിംഗ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രിന്റിൽ എന്തെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. അപ്പൊ നിങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാറില്ല. പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ വായിക്കുമ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും. ഓക്കെ, 115 അല്ലേ? സ്ലീപ്പിംഗ് റിലേറ്റിംഗ് ടു ട്യൂബ് അല്ലേ? അതാണോ? അതെ, അതില് സ്ലീപ്പിംഗ് ഓന്നല്ലേ കൊടുത്തിട്ടുള്ളത്. അത് സാൽപ്പിംഗ് ഓന്നല്ലേ? റിലേറ്റിംഗ് ടു ട്യൂബിന്റെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളൊന്ന് തിരുത്തിയേക്കണം. അപ്പൊ അതും ഒന്ന് പെട്ടെന്ന് തിരുത്തിയേക്കാം. സ്ലാപ്പിംഗോ അല്ലെ? സ്ലാപ്പിംഗ്. സ്ലാപ്പിംഗോ എന്നാണ് സ്പെല്ലിംഗ് കമന്റ് ഇട്ടിട്ടുണ്ട്. സ്ലാപ്പിംഗോ.
115 കേട്ടോ. പ്രിഫിക്സിൽ തന്നെ 115 സ്വാപ്പിംഗ്. കമന്റ് ഇട്ടിട്ടുണ്ടേ സ്പെല്ലിങ് അതും കൂടി ഒന്ന് തിരുത്തിയേക്കാം. ദെൻ ഇന്നലെ നിങ്ങളോട് രമ്യ മിസ് പറഞ്ഞായിരുന്നു വില്ലേജ് വേസ്റ്റിന്റെ നോക്കി വെക്കണം എന്ന്. ടീച്ചർ എടുത്ത് അത്രയും വായിച്ചു വന്നിട്ട് മിസ് പറഞ്ഞോ നിങ്ങളോട്? വില്ലേജ് വേസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ ഇന്നലെ ക്ലാസ്സില്? ഇല്ല. ഓക്കെ സോറി, നിങ്ങളോട് ഉച്ചക്കലത്തെ ബാച്ചുകാരോടാണ് നോക്കി വെക്കാൻ പറഞ്ഞത്. ഓക്കെ അപ്പൊ മിസ് ഞാൻ എവിടം വരെ എടുത്തു എന്നുള്ളത് ആഫ്റ്റർനൂൺ ബാച്ചിനോട് രമ്യ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഒന്ന് ചോദിച്ചായിരുന്നു. എവിടം വരെയാണ് നിങ്ങൾക്ക് എവിടം വരെയാണ് ശരണ്യ മിസ് എടുത്തുന്നല്ലേ പറഞ്ഞത്? വില്ലേജ് വേസ്റ്റ് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടല്ലോ. എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കും ആ ഒരു ഫ്ലോ ചാർട്ട്, അതായത് കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് അവിടം വരെയാണോ നിർത്തിയിരിക്കുന്നത്? അതെ. ഇനി നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് വരെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇനി റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ആണ് എടുക്കുക. ടീച്ചർ പറഞ്ഞതാണോ? അതെ ആ ഫ്ലോ ചാർട്ട് വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് കുറച്ച് നാളായല്ലോ, എന്തെങ്കിലും ഓർമ്മയ്ക്കുണ്ടോ എല്ലാവർക്കും? ചെറുതായിട്ട് ഒന്നും ഓർമ്മയില്ലാത്തവരുണ്ടാവും അല്ലെ? എല്ലാവരും ഇല്ലേ പോയി കിടക്കുന്നത് ആയിരിക്കും. കുറച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു എടുത്തിട്ട് അല്ലെ? നമുക്കിനി ഫസ്റ്റ് തുടങ്ങി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലാസ് തുടങ്ങിയ ഫസ്റ്റ് ടൈമിൽ എടുത്തതാ. ഓക്കെ ആ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ശരണ്യ മാമിന്റെ ഒരു ക്ലാസ് ആയിരുന്നു കിട്ടിയത്. ഒരു ക്ലാസ്സിലാണോ ഇത്രയും എടുത്തത്, അല്ലെങ്കിൽ 2 ക്ലാസ് ആയിട്ടാ? ഓക്കെ പിന്നെയാണ് ടീച്ചേഴ്സിൽ ചേഞ്ച് മാറ്റിയത്. നമ്മുടെ ഓരോ ബാച്ച് അനുസരിച്ചിട്ട് ടീച്ചേഴ്സിന്റെ ആയാലും ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പോ ഫസ്റ്റിൽ തുടങ്ങി നമുക്കത് എക്സ്പ്ലനേഷൻ ചെയ്യാനില്ല, കാരണം നമ്മുടെ പോർഷൻസ് നീങ്ങില്ല. ഇനിയും കുറച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളിൽ ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആവാനല്ലേ? ഇനി ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയോ നിങ്ങളുടെ? ഇല്ല മാം, 3 ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്. ഓക്കെ നമ്മൾ ഇനി റിപ്പീറ്റ് എടുക്കുന്നില്ല. നിങ്ങള് ടീച്ചർ ആ ഒരു റെക്കോർഡ് ക്ലാസ് ഒന്നും കൂടി ഒന്ന് പോയിട്ട് കാണണം ഇന്ന് തന്നെ. ഓക്കെ, ഈ സ്പില്ലേജ് വേസ്റ്റിന്റെ ക്ലാസ്സുകളില്ലേ ടീച്ചർ എടുത്തു തന്നത്? നിങ്ങള് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് എന്റെ കുറച്ചൊക്കെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? യെസ് മാം, ടീച്ചർ നന്നായി ക്ലാസ് എടുത്തിട്ടുണ്ട്. നല്ല രീതിക്കാണ് ശരണ്യ മാം എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഉറപ്പായതുകൊണ്ടാണ് ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ വെച്ച് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഇനി എന്തെങ്കിലും കുറച്ച് ഡിലേ ഉള്ളവരോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഇൻ കേസ് ആ ഒരു ക്ലാസ് മിസ്സിന്റെ കയറാത്തവരുണ്ടെങ്കിലോ കാണാത്തവരുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് ആ ക്ലാസ്സുകൾ ഒന്ന് ഇനി അടുത്ത ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ക്ലാസ് ഒന്ന് നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, മാം തന്നെയാണ് എടുക്കുന്നത്? എന്താ ഇനിയിപ്പോ ഇത് കണ്ടിന്യൂഷൻ ഞാനായിരിക്കും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നിങ്ങൾ ടീച്ചേഴ്സ് ചേഞ്ച് ആവാൻ പോണില്ല. ഇപ്പോ 6 എനിക്ക് തോന്നുന്നു ഓൾറെഡി രമ്യ മിസ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ വേറെ നിഷ മാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എനിക്ക് ഫോളോ ചെയ്യുന്നത് അതാ. ഫസ്റ്റ് നമുക്കൊരു ബാച്ചുകളുടെ ഇത് വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് ടീച്ചേഴ്സ് ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ചേഞ്ചസ് ഒന്നും വരാൻ പോണില്ല. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ഇനിയിപ്പോ ഞാൻ തന്നെ ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒരു ഇച്ചിരി ബോറിംഗ് ചാപ്റ്റർ ആയതുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ അടുത്തൊരു വേസ്റ്റിലേക്ക് പോകണ്ടല്ലാന്ന് കരുതിയിട്ടാണ് ടെർമിനോളജി എടുത്തത് കേട്ടോ. നിങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കും ഒരു സെയിം തന്നെ ഒരേ ലെവലുള്ള ചാപ്റ്റർ ആകുമ്പോഴേ കുറച്ച് ബോറിംഗ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇത് അവിടെ പാതിക്ക് വെച്ച് നിർത്തിയിട്ട് നമ്മൾ ടെർമിനോളജിയിലേക്ക് കടന്നത് കേട്ടോ. ടെർമിനോളജി വലിയ കുഴപ്പമില്ല, ബോറിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ജസ്റ്റ് വായിച്ചു പോകാനേ ഉള്ളൂ. പക്ഷെ ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചാപ്റ്റർ ആയിരുന്നോ ബയോമെഡിക്കൽ വേസ്റ്റ്? കുറച്ച് കൺഫ്യൂഷൻ തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് ബോറായിരുന്നെങ്കിലും പിന്നെ അത് അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രം ഉണ്ടാവുള്ളൂ. അത് ഏതൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ അടുത്തൊരു വേസ്റ്റിലേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ഇനി നോക്കാനുള്ളത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ജസ്റ്റ് ഈ ഒരു സെക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം ഇനി ഇത് നോക്കാത്തവരുണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് ഒത്തിരി ഗ്യാപ്പ് വന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇനി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഫ്രൈഡേ അല്ലേ ക്ലാസ് വരുന്നത്? യെസ് മാം.
ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ജസ്റ്റ് ഇതൊന്ന് ആ ഒരു കഴിഞ്ഞ ക്ലാസ്സുകൾ ഒന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. കാരണം നമുക്ക് ആ കണ്ടിന്യൂഷനിൽ കിട്ടണം കേട്ടോ. ജസ്റ്റ് ഇനി അടുത്തൊരു റേഡിയോ ആക്റ്റീവിന്റെ മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കി. ഓക്കെ, നമുക്കിന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. പോരെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത കണ്ടിന്യൂഷൻ ഞാൻ എടുക്കാം. മതിയോ? ഓക്കെ എല്ലാവരും, കുറച്ച് സമയമുള്ളൂ. നമുക്ക് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾ എടുത്ത ക്ലാസ് നല്ല രീതിയിൽ തന്നെ മാം എടുത്ത് തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ തന്നെ ജസ്റ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇങ്ങനെയൊക്കെയാണ് അല്ലെ. അപ്പോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് വായിക്കാം നമുക്ക്. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. Hospital, laboratories, industrial facilities, and home are just a few places where this kind of garbage can be found. Spillage waste in the hospital may consist of blood, body fluids, chemical or other potentially dangerous substance. അപ്പോ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ പഠിച്ചു അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ലബോറട്ടറിയിൽ നിന്നോ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പിൽഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലീക്ക്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വരുന്ന അങ്ങനെ അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഹോസ്പിറ്റലുകളിൽ നിന്നും ലബോറട്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിൽ നിന്നുമാണ് ഈ സ്പില്ലേജ് വേസ്റ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോ ഇവിടെ വരുന്നത് അതായത് മെയിൻലി ഹോസ്പിറ്റലിൽ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ആവാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആവാം, കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആവാം. ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോ ക്യാൻസർ കീമോ ചെയ്യുന്ന പേഷ്യൻസിന്റെ അങ്ങനെയുള്ള റേഡിയോ ആക്ടിവിറ്റീസുകള്, പിന്നെ അതുപോലെ തന്നെ സ്കാനിങ്ങിന്റെ അതൊക്കെ അതിന്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റുകളാണ്. ശരിക്കും പറഞ്ഞത് കെമിക്കൽസ് ആണ് അത് അല്ലെ. നമ്മുടെ ശരീരത്തിനായാലും അത് കൂടുതലായിട്ടും അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോ അങ്ങനെ വരുന്ന ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെ വരുന്ന ഒരു വേസ്റ്റുകളെയാണ് നമ്മൾ മെയിൻലി സ്പില്ലേജ് വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. Then, genuine management of leakage waste is important to protect the health and the protection of people and the environment. നല്ല രീതിക്ക് അത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. അത് എന്തുകൊണ്ടാണ്? നമ്മളുടെ പേഴ്സൺസിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഇതിനുള്ള അത് സെപ്പറേറ്റ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചു. എങ്ങനെയാണ് ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യേണ്ടത് അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സെയിം ആ ഒരു മെത്തേഡ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാമെന്നൊക്കെയാണ് ഈ ഇതിലൂടെ നമുക്ക് പറയുന്നത്. ഇൻ ഹോസ്പിറ്റൽ ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് എ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ to healthcare workers and the patient, as well as the prospects for the spread of diseases. ഇങ്ങനെയുള്ള ഈ വേസ്റ്റുകൾ ലീക്കേജ് ആവുന്നത് മൂലം പേഷ്യൻസിന്റെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ വർക്കേഴ്സിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനും കാരണമാകുന്നു ഇങ്ങനെയുള്ള വേസ്റ്റുകൾ. Besides dangerous leakage waste can threaten the environment not managed in a proper manner. To successfully manage leakage waste hospitals, it is necessary to have leakage response plan in place, provide appropriate equipment for leakage response, train staff on leakage response procedures, use apt contaminant materials, and properly discard the waste in accordance with the local regulation and hospital policies.
അപ്പോ നല്ല രീതിയിൽ അത് എങ്ങനെയാണോ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വേസ്റ്റ് ലീക്കേജ് ആവാതെ അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യാനും അങ്ങനെയുള്ള പേഴ്സൺസിന് കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളും നൽകണം. മീൻസ് ഈ ഒരു വേസ്റ്റിന്റെ മാനേജ്മെന്റ് ചെയ്യുന്ന ആ ഒരു വർക്കേഴ്സിന് സ്റ്റാഫിന് ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് ലോക്കൽ റെഗുലേഷൻസും ഹോസ്പിറ്റലിന്റെ പോളിസീസും നയങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുവാനായിട്ട്. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ, ഏകദേശം ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ വരുന്നത്. വേസ്റ്റ് എന്ന് വെച്ചാൽ സ്പില്ലേജ് വേസ്റ്റ് ആണ്. അതായത് ഈ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സും കെമിക്കൽസും റേഡിയോ ആക്റ്റീവും സ്കാനിങ്ങിന്റെയും മറ്റു വരുന്ന തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇവിടെ സ്പില്ലേജ് വേസ്റ്റ് എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഇനി അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ റിസ്കുകള് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനിയിപ്പോ നെക്സ്റ്റ് ടീച്ചർ നിർത്തി വെച്ചിരിക്കുന്ന ശരണ്യ മാമിന്റെ അടുത്ത റേഡിയോ ആക്റ്റീവ് തുടങ്ങിയാണ് എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ആ ഒരു ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, അത് എളുപ്പമാണ്, വായിച്ച് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചതാണ്. സോ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, കണ്ടിന്യൂഷൻ ആണല്ലോ. അപ്പോ ഏകദേശം ആ ഒരു ചാപ്റ്ററുമായിട്ട് അതുപോലത്തെ തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടി ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ പറഞ്ഞ കാരണം ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂഷൻ എടുക്കാന്ന് വിചാരിച്ചാണ് വന്നത്. കുഴപ്പമില്ല, ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്ലോ ചാർട്ട് കൂടി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഫ്ലോ ചാർട്ട് പറഞ്ഞു തരാം. ഫ്ലോ ചാർട്ട് പറയാം. ഓക്കെ, അതുവരെ ഈ ക്ലാസ് ഒട്ടും മിസ് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ടെന്നാണ് അല്ലെ? ശരണ്യ മാം നല്ല രീതിക്ക് എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടാണ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടാകും. എങ്കിലും കുഴപ്പമില്ല, ഫ്ലോ ചാർട്ട് തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഓക്കെ ആണോ? ആരും ഇല്ലല്ലോ, റെസ്പോൺസ് ഒന്നും ഇല്ല. ഉണ്ടോ ഇവിടെ എല്ലാവരും? ക്ലാസ് ഫ്ലോ ചാർട്ട് പറഞ്ഞു തരാം. ഫ്ലോ ചാർട്ട് എടുക്കാം കേട്ടോ. നമുക്കിനി മൊത്തം റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്ലാസ് പോകുന്നുണ്ട്, പോർഷൻസ് തീരില്ല. പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് റൂട്ട് വേർഡ്സ് അല്ല എക്സാം ഇടേണ്ടത്, റൂട്ട് വേർഡ്സ് എടുക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട, അത് നമ്മൾ എന്തായാലും ആ ഒരു ചാപ്റ്റർ എക്സാം ഇട്ട് തന്നെ പഠിക്കും. ഓക്കെ, അതല്ലേ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.